നമസ്കാരം, സ്വാഗതം. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 33 വാക്യത്തെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ മധ്യത്തിൽ ഇടം പിടിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളെ ഒന്ന് പരിചയപ്പെടത്തക്കവണ്ണം ഏവരുമായി പങ്കിടുക എന്നതാണ് ലക്ഷ്യം. ഞാൻ ആ വാക്യം വായിക്കട്ടെ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. Heaven and earth will pass away, but my words will never pass away. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനം ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു ഉറപ്പിച്ച് ഏറ്റവും ശക്തമായി പ്രഖ്യാപിക്കുന്നു. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെയധികം അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. എന്നാൽ അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യവുമാണ്. ആ തെറ്റിദ്ധാരണ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഈ ധ്യാനം നമുക്ക് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ സംഭവിച്ച തെറ്റ്, എൻ്റെ വചനം മാറിപ്പോകുകയില്ല എന്ന് പറയുമ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എൻ്റെ വചനത്തിന് ഞാൻ പറഞ്ഞതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന ഒരു ധാരണയിലേക്ക് ക്രിസ്ത്യാനി കടന്നുപോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ക്രിസ്തു പറയുമായിരുന്നില്ല. ഇതേ ക്രിസ്തുവാണ് പറയുന്നത്, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഞാൻ പറഞ്ഞത് മാത്രമേ അന്വേഷിക്കാവൂ എന്ന ക്രിസ്തു അവിടെ പറയുന്നില്ല. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. എന്ത് യാചിക്കണം എന്ന് അതിൻ്റെ ലിസ്റ്റ് യേശു അവതരിപ്പിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ഇതാണല്ലോ ആ വാക്യം. അപ്പോൾ അന്വേഷിക്കണം എന്ന് വളരെ പ്രാധാന്യം കൽപ്പിച്ച് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായും താൻ വരച്ച വരയ്ക്കപ്പുറത്തേക്കാരും പോകരുത് എന്ന് നിർബന്ധിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. നമുക്കറിയാം, യേശു തന്നെ ആ കാലത്ത് യഹൂദന്മാർ പരമ്പരാഗതമായി അവർക്ക് വരച്ച് നൽകപ്പെട്ടിരുന്ന വരകളെ കവച്ച് വെക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്നത് വലിയ കുറ്റവും പാപവും ദൈവത്തോടുള്ള മറുതലിപ്പുമാണ് എന്ന് കട്ടായം വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു മോശയുടെ കൽപ്പനകളെ പോലും തിരുത്തി എഴുതിയത്. അതിൽ തന്നെ ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനേക വീഡിയോകളിൽ ഈ ആശയം പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് അവയൊന്നും ഈ തരുണത്തിൽ ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് അതിർവരമ്പ് നിർമ്മിക്കാത്തൊരു വ്യക്തിയാണ് യേശു എന്നത് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വളരെയധികം പ്രത്യാശയും ആത്മധൈര്യവും പകർന്നു നൽകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ. ആ അന്വേഷണത്തിൽ കൂടെ നിങ്ങളെ കണ്ടെത്തുന്നത് നിങ്ങൾ വിലമതിപ്പീൻ. മാത്രവുമല്ല, താൻ പറഞ്ഞതിനപ്പുറത്തൊന്നും ഉണ്ടാകരുത് എന്ന സാക്ഷ്യം യേശുവിനുണ്ടായിരുന്നുവെങ്കിൽ യേശു പരിശുദ്ധാത്മാവിനെതിരെ വളരെ ശക്തമായി തിരിഞ്ഞേനെ. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? അപ്പോൾ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരികയും അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം എന്താണ്? നിങ്ങൾക്കായി വെളിപ്പെടുത്തുവാൻ ഈ നിമിഷം വരെയും എനിക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നത് ദൈവം മനുഷ്യരോട് കാണിക്കുന്ന നീതിയും സ്നേഹവുമാകയാൽ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്.
അപ്പൊ പരിശുദ്ധാത്മാവ് നിരന്തരമായ വെളിപ്പെടുത്തലിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാഥമികമായും നിരന്തരമായി പ്രത്യാശയിൽ അന്വേഷിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും അന്വേഷണത്തിൽ നിലനിൽക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ആത്മാവാണ് എന്ന ക്രിസ്ത്യാനികളുടെ ആരും തന്നെ പറയാറില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി പല സങ്കല്പങ്ങളുമുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് അന്വേഷണത്തിൻ്റെ ആത്മാവാണ് എന്ന് ക്രിസ്ത്യാനികളുടെ ആരും പറയാറില്ല. എന്നാൽ യേശു അപ്രകാരം തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കണ്ടത് എന്ന് യോഹന്നാന്റെ സുവിശേഷം ആരെങ്കിലും വിലമതിക്കുന്നുവെങ്കിൽ അവർക്ക് മനസ്സിലാകുമെന്ന് മാത്രമല്ല, 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ തന്നെ വ്യക്തിത്വം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അന്വേഷണത്തിൻ്റെ ആത്മാവാണ് അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത്? മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ അന്വേഷിപ്പാനാണ് വന്നത്. അന്വേഷണമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആധികാരികമായ സ്വഭാവമെന്ന് സുവിശേഷത്തിൽ പകൽ പോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അത് അല്പം പോലും ഗ്രഹിപ്പാനോ തിരിച്ചറിയുവാനോ ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോയത് ചെറുപ്പം മുതലേ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അർത്ഥശൂന്യമായ പരിശീലനം കൊണ്ടും അവൻ ചിന്താശക്തി വളർത്തിയെടുക്കുന്നതിന് മുമ്പേ വിഴുങ്ങുവാൻ നിർബന്ധിതമായ ചില അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളും കൊണ്ടാണ്. ഈ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായ സങ്കല്പങ്ങളെ അതിജീവിക്കുക എന്ന അർത്ഥം കൂടെ അതിനുണ്ട് എന്ന് വളരെയധികം തലപോകാൻ ആലോചിക്കാതെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പരമ്പരാഗതമായി ലഭിച്ച കാര്യങ്ങളെ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് അംഗീകരിച്ചാൽ മാത്രം മതിയാകും. ഇതുവരെ മനുഷ്യരാശിക്ക് പ്രാപിപ്പാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് അന്വേഷിക്കേണ്ടത്, കണ്ടെത്തേണ്ടത്. 2 തരത്തിലുള്ള അന്വേഷണങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ അത് അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിച്ച് അവയെ നമുക്ക് ബോധ്യപ്പെടുക, അത് കണ്ടെത്തലല്ല, അത് പ്രാപിക്കുക എന്നതാണ്. നാം പ്രാപിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അവരുടെ അറിവ് നാം പ്രാപിക്കുകയാണ്, അവരുടെ അറിവ് നാം കണ്ടെത്തുകയല്ല. എന്നാൽ നമ്മുടേതായ വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവികമായ നിയോഗം അനുസരിച്ച് നാം നടത്തുന്ന അന്വേഷണത്തിൽ കൂടെ നമുക്ക് ബോധ്യപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യങ്ങൾ അവയെ നാം കണ്ടെത്തുകയാണ്. അങ്ങനെയുള്ള കണ്ടെത്തൽ പാപമാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ധിക്കാരമാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. ഇനി വചനം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവനാണ് നിത്യജീവൻ അവകാശിയായി തീരുന്നതെന്ന് യേശു പറയുന്നു. അപ്പോൾ ഈ വചനത്തെ അന്വേഷിക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 31-ാം വാക്യം. അവിടെയും അന്വേഷിക്കുക, അന്വേഷിക്കരുതെന്ന് പറഞ്ഞില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അപ്പോൾ ആ ഒരു അന്വേഷണം, ആ അന്വേഷണ ബുദ്ധിയിൽ കൂടെ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തെ പറ്റിയും ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയും വേണ്ടതുപോലെയുള്ള ഗ്രാഹ്യം മനുഷ്യർക്ക് വ്യക്തികളായും സമൂഹങ്ങളായും പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. വിശ്വാസി ഒരന്വേഷകനാകണമെന്നതാണ് യേശുവിൻ്റെ മാർഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം. യേശു മതമെന്നല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്തു മതമെന്നല്ല പറഞ്ഞത്, യേശു മാർഗം. യേശുവിൻ്റെ മാർഗം അന്വേഷണത്തിൻ്റെ മാർഗമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴി എന്താണ്? അന്വേഷണത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് ആ വഴിയിൽ കൂടെ നാം സഞ്ചരിച്ചാൽ നാം സത്യത്തെ കണ്ടെത്തും. അങ്ങനെ സത്യത്തെ കണ്ടെത്തുന്നതിൽ കൂടെ നാം മരണത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് ജീവന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഇതാണ് സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വഴി അന്വേഷണമാണ്. യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ നാം സത്യം കണ്ടെത്തും.
കണ്ടെത്തുന്ന സത്യത്തെ വിലമതിക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ, അനുഭവത്തിൽ കൊണ്ടുവന്നാൽ നാം ജീവന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഇത് തന്നെയാണ് സുവിശേഷം. അപ്പോൾ അന്വേഷിക്കുക എന്നത് ആത്മീയതയാണ് എന്ന് ക്രിസ്തു സമൂഹം മറന്നുപോയിട്ട് ഏതാണ്ട് കുറഞ്ഞ വർഷം 1500 വർഷമെങ്കിലുമായി. ഇതാണ് നമ്മുടെ പാപ്പരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നിങ്ങൾ ആചരിപ്പീൻ, ആചരിപ്പീൻ എന്ന് കർത്താവ് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാണ്. കാരണം ആചരണം ഇപ്പോഴുള്ള അവസ്ഥ നിലനിർത്തുവാനും വ്യക്തികളെ ആ അവസ്ഥയുടെ അടിമകളാക്കുവാനും അല്ലെങ്കിൽ ആശ്രിതരാക്കുവാനും മാത്രമേ സഹായിക്കുന്നുള്ളൂ. എന്നാൽ അന്വേഷിച്ചാലോ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മുക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുവാനും മേൽത്തരമായ പുതിയ അവസ്ഥകൾ പ്രാപിപ്പാനും നമുക്ക് കഴിയുമെന്നത് സാധാരണ ഒരു മുല കുടിക്കുന്ന കുഞ്ഞിന് പോലും അറിയാൻ സാധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഒരു മർമ്മമാണ്, ഒരു യുക്തിയാണ്. ഇനി ഞാൻ പറയുകയാണ്, ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തും അന്വേഷിപ്പാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും കടമയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും, ഇവൻ അഹങ്കാരിയാണല്ലോ, ദൈവത്തെ നിഷേധിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നും കൂടെ സൂചിപ്പിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോകുകയാണ്. രണ്ട് കാരണങ്ങൾ. ഒന്നാണ്, ഇപ്പോൾ നമുക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും ഗുരു ശിഷ്യ ബന്ധത്തിൽ കാണാം. ഗുരു ശിഷ്യ ബന്ധം ഇപ്പോൾ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗുരു ശിഷ്യ ബന്ധത്തിന് വലിയ പക്വതയും പരിശുദ്ധിയും പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നുണ്ട്. കബീർ പറയുന്നു, ഗുരു ഗോവിന്ദ ദോനോം ഖഡേ കാക്കേ ലാഗോ പായ് ബലിഹാരി ഗുരു ആപ്കെ ഇതിനെ ഗോവിന്ദ് ദിയോ ബതായ്. എൻ്റെ മുമ്പിൽ ദൈവവും എൻ്റെ ഗുരുവും നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിൻ്റെ പാദം തൊട്ട് വന്നിക്കും. കാരണം ദൈവത്തിലേക്ക് എൻ്റെ കണ്ണ് തുറന്നത് ഗുരുവാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഗുരുവിന് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു. ഗുരുവേ നമഃ എന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധമാണ്. ശിഷ്യന്മാർ അവനെ റബി, ഇംഗ്ലീഷിൽ റബായ് അല്ലെങ്കിൽ മലയാളത്തിൽ റബി എന്ന് വിളിക്കുന്നു. റബി എന്ന് പറഞ്ഞാൽ മതപരമായ ഒരാചാര്യൻ ഗുരുവായി തീരുമ്പോൾ അവന് റബി എന്ന നാമധേയം ലഭിക്കും. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഗുരുശിഷ്യ ബന്ധത്തിൽ ഒരു ഗുരു പറയുകയാണ്, ഞാൻ അറിഞ്ഞതിനപ്പുറത്ത് നീ അന്വേഷിക്കരുത്, അറിയരുതെന്ന് പറഞ്ഞാൽ അവൻ ഗുരുവല്ല, അവൻ മാർഗതടസ്സമാണ്. അല്പമെങ്കിലും വെളിച്ചമുള്ള ഒരു ഗുരുവും ശിഷ്യനോട് അങ്ങനെ പറയില്ല. യഥാർത്ഥത്തിൽ ആത്മീയ വെളിച്ചമുള്ളൊരു ഗുരു പറയുന്നത്, നിനക്ക് നിന്റെ അവസ്ഥയിൽ ഗ്രഹിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഞാനിതാ നിനക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ വെളിച്ചം ഞാൻ നിന്നിലേക്ക് പകർന്നിരിക്കുന്നു. ഇനിയും നീ പോയി നിൻ്റേതായ വിധത്തിൽ അന്വേഷിച്ച് കൂടുതലായി വളരുക എന്ന് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ പറയണം, ഞാൻ പോയാൽ നിന്റെ കാറ്റ് പോകൂട എന്ന് പറയണം. അങ്ങനെയല്ല യേശു പറഞ്ഞു. കാരണം ഞാൻ പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന എല്ലാ പരിശീലനവും നൽകിയിരിക്കുന്നു. പക്ഷേ അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ട കടമ നിങ്ങളിപ്പോൾ ഏറ്റെടുക്കാൻ സമയമായി. ആ കടമ ഏറ്റെടുത്താൽ മാത്രമേ നിങ്ങൾ പക്വത പ്രാപിക്കുകയുള്ളൂ, നിങ്ങൾ വളരുകയുള്ളൂ. നിങ്ങൾ വളരണം, ആകാശത്തോളം വളരണം എന്നതാണ് ഈശ്വര താല്പര്യം എന്ന സുവിശേഷങ്ങളോട് വിദൂര ബന്ധമുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ്. ഇനിയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം കൂടെ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അറിവിന് രണ്ട് തലങ്ങളുണ്ട്. അത് വളരെ വളരെ ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ. യേശു നമ്മെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഏതാനും കാര്യങ്ങളുടെ ഒരു സമാഹാരമാണ് സുവിശേഷം. യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, സുവിശേഷങ്ങൾ യേശു നടത്തിയ പഠിപ്പീരുകളുടെ
പൂർണ്ണമായ റെക്കോർഡുകളല്ല. അവൻ ചെയ്ത വീര്യപ്രവൃത്തികളുടെ പൂർണ്ണമായ ചരിത്രവുമല്ല. അത് ചില കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് അപൂർണമായി മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രേഖകളാണ്. സുവിശേഷങ്ങൾ അപൂർണമാണ് എന്ന യാഥാർത്ഥ്യം സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി മനസ്സിലാക്കാത്തത്? നിങ്ങൾ കഴിയുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകും. യേശു ചെയ്ത കാര്യങ്ങളൊക്കെയും അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഉൾപ്പെടുത്തിയാൽ അതൊരു സുവിശേഷത്തിന്റെ പരിധിയിൽ നിൽക്കുകയില്ല എന്നാണ് ലോകത്തിലെ ലൈബ്രറി മുഴുവൻ നിറയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട കാര്യം 4 സുവിശേഷങ്ങൾ നമുക്കുണ്ട് എങ്കിലും ഇവയുടെ ആകത്തുക പോലും യേശുവിൻ്റെ പഠിപ്പീരുകളുടെയോ ഒരു വീരപ്രവൃത്തികളുടെയോ സമ്പൂർണമായ ഒരു ചരിത്രരേഖയല്ല. അപ്പോൾ അപൂർണമാണ്, തികച്ചും അപൂർണമാണ്. ഈ അപൂർണമായത് അവസാനത്തേതാണ് എന്ന് പറയുന്നത് ഭ്രാന്താണ്. ഇതെല്ലാം മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. സത്യത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുക എന്നതാണ്. അതാണ് സത്യം. എന്താണ് സത്യം? അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പോകുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട് എന്നും അപ്രകാരമുള്ള എല്ലാ തത്രപ്പാടുകളും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പരിപാവനവുമാണ്. അതാണ് ജീവന്റെ ഊർജം എന്ന അറിവാണ് സത്യം. അതിനു പകരം പണ്ട് ആരാണ്ട് പറഞ്ഞത്, അതിനപ്പുറത്ത് നോക്കരുത്, ഇടത്തോട്ട് നോക്കരുത്, വലത്തോട്ട് നോക്കരുത്, ഒരു ശബ്ദം പുറപ്പെട്ട ഉടനെ കുരിശു വരച്ചോണം, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നത് ലോകത്തിലേക്കും വലിയ പൊട്ടത്തരമാണ്, മൊണ്ണത്തരമാണ്. പക്ഷെ അതിനപ്പുറത്ത് പോകാതിരിക്കുന്നതാണ് ദൈവത്തോട് കാണിക്കുന്ന ബഹുമാനം എന്ന് പറയുന്ന ഭ്രാന്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും പെട്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഞാൻ പറഞ്ഞതുപോലെ വചനത്തിന് 2 തട്ടങ്ങളുണ്ട്. യേശു പറഞ്ഞ കാര്യം തന്നെ പരിപൂർണമായി രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് സുവിശേഷ സാക്ഷീകരിക്കുന്നത് നാം അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു അന്വേഷണം നിലനിർത്തിക്കൊണ്ടു പോവുക നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമായിരുന്നില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കത് ഗുരു ശിഷ്യ ബന്ധത്തിൽ കൂടെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഗുരു ശിഷ്യന് ഒരാശയം നൽകുകയാണ്. ഉദാഹരണമായിട്ട് ഒരു ആറ്റം, 1 ആറ്റം ഓഫ് സോഡിയം, 1 ആറ്റം ഓഫ് ക്ലോറിൻ, NCl എന്ന് കെമിസ്ട്രിയിൽ പറയും. അതുണ്ടെങ്കിൽ ഉപ്പുണ്ടാകും, സോഡിയം ക്ലോറൈഡ്. അതാണ് ഉപ്പെന്ന് പറയുന്നത്. 1 ആറ്റം ഓഫ് സോഡിയം, 1 ആറ്റം ഓഫ് ക്ലോറിൻ. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും. ഇത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും. അതാണ് ഗുരു ശിഷ്യന് നൽകുന്ന വെളിച്ചം. എന്നിട്ട് ഗുരു പറയുക, നീ ഇതിനപ്പുറത്തോട്ട് നോക്കരുത്, ഇത് ഗുരു വിട്ടുകൊണ്ടിരുന്നോണം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ഗുരുവിൻ്റെ കടമ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. 1 ആറ്റം ഓഫ് ക്ലോറിൻ, 1 ആറ്റം ഓഫ് sodium will create 1 more atom of 1 salt, sodium chloride. ശിഷ്യൻ എന്ത് ചെയ്യണം? ആ അറിവ് കൊണ്ടുപോയി അവൻ ഉപ്പുണ്ടാക്കണം. അതാണ് ശിഷ്യന്റെ ജോലി. ആ അറിവിനെ പ്രായോഗികമാക്കുന്നത് ഒരു അന്വേഷണമാണ്. രൂപവും ആകൃതിയുമില്ലാത്ത അറിവിന് രൂപവും ഭാവവും നൽകി ലോകത്തിന് അനുഗ്രഹമായും അനുഭവവേദ്യമാക്കി തീർക്കുന്ന പ്രക്രിയതയും അന്വേഷണമാണ്. ആ അന്വേഷണം തുടരണം. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ മധ്യത്തിൽ പലവിധമായ പുതിയ അറിവുകളും പൊന്തി വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. വേറെ ഉദാഹരണം കൂടെ നമുക്ക് പരിഗണിക്കാം. വെള്ളം. ഞാൻ എൻ്റെ പല പുസ്തകങ്ങളും ഇതൊരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 atoms of hydrogen, 1 atom of oxygen create 1 molecule of water. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അറിവ് ഞാൻ മൂർ കോളേജിൽ കെമിസ്ട്രി പഠിച്ചപ്പോൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സാറിൻ്റെ നിന്ന്
ഞാൻ ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂളിൽ പഠിച്ചപ്പോഴും അത് കിട്ടി, ഈ അറിവ് കിട്ടി. അപ്പൊ ഗുരുവിൻ്റെ കടമ അവർ നിർവഹിച്ചു. എൻ്റെ കടമ എന്താണ്? ലോകത്തിൻ്റെ ദാഹം തീരത്തക്കവണ്ണം ആ വെള്ളത്തെ ദാഹിക്കുന്നവരിൽ എത്തിച്ചു കൊടുക്കുക എൻ്റെ കടമയാണ്, അതെൻ്റെ അന്വേഷണമാണ്. ഇവിടെയാണ് ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. അവൻ വിചാരിച്ചു, ക്രിസ്ത്യാനികളായ എല്ലാവരും വിചാരിച്ചു, അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചു, പഠിപ്പിച്ചു, ആ വെള്ളത്തിൻ്റെ കണികകളിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. അത് നീ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. നിഷ്ക്രിയമായിരുന്ന ചില കാര്യങ്ങൾ തത്ത ഉരുവിടുന്ന പോലെ ഇട്ടാൽ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന മൗഢ്യത്തിൽ ക്രിസ്ത്യാനിയെ തളച്ചിട്ടതാണ് ഈ ക്രിസ്തുവിൻ്റെ പേരിൽ മനുഷ്യജാതിയോട് കാണിച്ച ഏറ്റവും വലിയ അപരാധമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനി ഇത്രമാത്രം അല്പത്തരത്തിലും പാപ്പരത്വത്തിലും ആണ്ടുപോയത് ഇവിടെയാണ് എൻ്റെ മർമ്മം. നിങ്ങൾ ഒരിക്കലും മുൻപോട്ട് പോകരുത്, നിങ്ങൾ അന്വേഷിക്കരുത്, നിങ്ങൾ കണ്ടെത്തരുത്, നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം. വിശ്വാസ പ്രമാണം, ഞായറാഴ്ച തോറും വിശ്വാസ പ്രമാണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ജ്യോതി യുവാക്കന്മാരെ, നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ 1000 വർഷം നിങ്ങളുടെ പള്ളിയിൽ പോയി വിശ്വാസത്തിൻ്റെ പ്രമാണം ഇങ്ങനെ യാന്ത്രികമായി ഉരുവിട്ടാൽ പള്ളിക്കോ പട്ടക്കാർക്കോ പള്ളിപ്പറമ്പിൽ കിടന്നു പോകുന്ന ശവങ്ങൾക്കോ നിങ്ങൾക്കോ വല്ല പ്രയോജനമുണ്ടോ? എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു പ്രമാണം ഉദാഹരണമായിട്ട് കന്യക ഗർഭം ധരിച്ചു, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു, യേശുവിനെ പ്രസവിച്ചു. ആ ഒരു പ്രമാണം നിങ്ങളുടെ വിശ്വാസ പ്രമാണമായി ഞായറാഴ്ച ഏറ്റുകഴിഞ്ഞു. അത് നിങ്ങളുടെ ജീവിതമായിട്ട് എന്താണ് ബന്ധമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നോ അത് പച്ചക്കള്ളമാണെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ദയവായി തെറ്റിദ്ധരിക്കും. എന്തെങ്കിലും പറഞ്ഞ ഉടനെ തെറ്റിദ്ധാരണയും കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. ക്രിസ്ത്യാനിയുടെ കയ്യിലുള്ള ഒരേ ഒരു കൊടി തെറ്റിദ്ധാരണ എന്ന് പറയുന്ന കൊടിയാണ്. അത് നിങ്ങളുടെ ജീവിതമായിട്ട് എന്താണ് ബന്ധം? നിങ്ങളുടെ ജീവിതത്തുമായി ബന്ധമില്ലാത്ത ഒന്നും നിങ്ങളുടെ വിശ്വാസ പ്രമാണമാകുകയില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വിധത്തിലും അനുഭവിക്കാൻ വയ്യാത്ത കാര്യം നിങ്ങളുടെ വിശ്വാസ പ്രമാണമാകുക? അതാണ് എനിക്ക് ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ ഏതെങ്കിലും കന്യക ഗർഭം ധരിച്ചു, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു, വേറെ വല്ലവത്തിലാണെങ്കിൽ വേറെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റു പറയുന്നതുകൊണ്ട് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മകൾ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കണം, പ്രസവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഞെട്ടി ബോധം കേട്ട ഹാർട്ട് അറ്റാക്ക് വരും. അതൊന്നും നിങ്ങളുടെ വിശ്വാസ പ്രമാണമല്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസ പ്രമാണമാണ് നിങ്ങൾ ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വാസ പ്രമാണങ്ങൾ ആവശ്യമില്ല എന്നല്ല പറയുന്നത്. നാം അതിനെ അന്വേഷിച്ച് മനസ്സിലാക്കി അത് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഉദാഹരണമായിട്ട് കന്യക ഗർഭം ധരിച്ചു, പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു. അത് വലിയൊരു ആശയമുണ്ട്. എല്ലാ കന്യകമാരും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തിൽ ഗർഭം ധരിക്കണം. അത് വലിയ ആശയമാണ്. അത് ബ്രഹ്മാണ്ടത്തെ പോലെ വലിയ ആശയമാണ്. പുരുഷൻ ഒരു ചെറിയ ഉപാധി മാത്രമാണ്. ജീവന്റെ ആധാരം പുരുഷന്റെ ബീജമല്ല. ഞാൻ വിശ്വസിക്കുന്നു ജീവന്റെ ആധാരം വിശുദ്ധിയാണ്. ആ വിശുദ്ധിയുടെ ഉറവിടം പുരുഷനല്ല. ആ ജീവന്റെ വിശുദ്ധിയുടെ ഉറവിടം ദൈവം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല കന്യാഗർഭം ധരിച്ചു, മറ്റേത് ധരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ യേശു നൽകിയ അറിവുകൾ മാത്രം, യേശുവിൻ്റെ അപ്പുറത്ത് നമുക്ക് പോകണ്ട. യേശു നൽകിയ അറിവ് മാത്രം നാം അന്വേഷിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് നാം അന്വേഷിക്കാറുണ്ട്. ഉണ്ടോ? ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പളായപ്പോൾ ഈ വാചകം എൻ്റെ മനസ്സിൽ തീ പോലെ വന്ന് തറച്ചു. അപ്പം ഞാൻ ആലോചിക്കാൻ തുടങ്ങി, എന്താണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന ഈ ഒരു പഠിപ്പീര് എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി, വലിയ പണക്കാരുടെയും സ്വാധീനമുള്ളവരുടെയും മക്കൾക്കായി മാത്രം മാറ്റിവെച്ചിരുന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പാവപ്പെട്ടവൻ്റെ ദരിദ്രൻ്റെ മക്കൾക്ക് കാലുകുത്താൻ അവസരം ഉണ്ടാക്കണം. അങ്ങനെ തക്കതായ ഒരു അഡ്മിഷൻ പോളിസി ഞാൻ ഉണ്ടാക്കിയപ്പോൾ
ഭാരതം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞു ഒരു യുദ്ധം ഉണ്ടായി. അത് ഞാൻ എൻ്റെ ആത്മകഥയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ അന്വേഷണമില്ല എങ്കിൽ ഞായറാഴ്ച തോറും ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ക്രിസ്തു വന്നു എന്ന് പറയുകയും ആഴ്ചവട്ടം മുഴുവനും കുബേരൻ്റെയും പണക്കാരൻ്റെയും രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ്റെയും കാല് നക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ, അതിൽ കൂടെ സ്വർഗത്തിൽ പോകാമെന്ന വിശ്വാസവും, അതാണ് വിശ്വാസം എന്ന ധാരണയും, ഇതൊരു വല്ലാത്ത സ്ഥിതി തന്നെയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. യേശുവിൻ്റെ വ്യക്തിത്വവും ഇത് തമ്മിൽ മലബന്ധം പോലുമില്ല എന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയുടെ പാപ്പരത്വം മനസ്സിലാക്കാൻ നിങ്ങൾ ദയവായി, നിങ്ങൾക്ക് നിങ്ങളോട് കരുതലുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെയും അതിൻ്റെ അഖണ്ഡതയും നിങ്ങൾ അല്പമെങ്കിലും വിലമതിക്കുന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കണം എന്ന് യാചിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ, അന്വേഷിപ്പീൻ. സ്വാഗതം.